പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ആമേൻ, ഒരു പ്രഭാതത്തിൽ നിങ്ങളെ അതിസംബോധന ചെയ്യുവാൻ, തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിലിരുന്ന് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങൾ 77-ാമത്തെ സങ്കീർത്തനം 77-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വേദാംശം. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന വേദാംശമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ഇത് ആസാബിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ആസാബിന് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ? എന്തുമാത്രം അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ആമേൻ. വലിയ അത്ഭുതങ്ങൾ, നമുക്ക് പോലും ചിന്തിച്ചാൽ പേടിയകത്തക്ക തലത്തിലുള്ള അത്ഭുതങ്ങൾ വരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും ചിന്തിക്കാറുണ്ടോ? എന്നാൽ ഇവിടെ നോക്കൂ, ആസാവ് പറയുന്നത്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട്, എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കണ്ടോ ആ ഒരു വിശ്വാസം? കണ്ടോ, വിടുവിച്ച ദൈവത്തെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഓർക്കാതെ പോകുന്നു. ആമേൻ. അത് ജനത്തിനുള്ള ഒരു വൈകല്യമാണ്. പലപ്പോഴും പ്രാർത്ഥിച്ചവരെ ഓർക്കാതെ, ആമേൻ, മധ്യസ്ഥ അണയ്ക്കുന്നവരെ ഓർക്കാതെ, ചേർത്ത് പിടിച്ച് കരയണ്ട എന്ന് പറയുന്നവരെ ഓർക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ജനം കടന്നു വരുമ്പോൾ ഇവിടെ പറയുകയാണ്, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആസാബിൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കടന്നു വന്നു. പക്ഷേ അവിടെ എല്ലാം ആസാബ് അറിയാമോ? എൻ്റെ കൈ തളരാതെ ആമേൻ മലർത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ, കൈകൾ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ കാണുന്നത്. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് കണ്ണുകൾ നിറഞ്ഞിട്ട് പോലും ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കുവാനോ കഴിയാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ജനത്തെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുകയാണ്, ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇന്ന് പകൽ ഒന്ന് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, കർത്താവ് നമുക്ക് തന്ന അത്ഭുതങ്ങൾ. ആമേൻ. സ്തോത്രം. ഒരു ഒറ്റ കാര്യം പറയട്ടെ. ആമേൻ. ഒരു 100 അത്ഭുതം ഒരു മനുഷ്യൻ ചെയ്തിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനത കടന്നു വന്നു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, എല്ലാ അത്ഭുതങ്ങളും മറന്ന് തള്ളിക്കളയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു ഉപദേശം കയറി വരികയാണ്, മോനെ നീ അത് ചെയ്യരുത്,
നിനക്ക് നിന്റെ വാഴ്ക്കയിൽ ഇങ്ങനെ പോയാൽ നിനക്ക് വിജയം പ്രാപിക്കാൻ കഴിയില്ല. വിജയം നിനക്ക് ആമേൻ ഒരിക്കലും ഇങ്ങനെ പോയാൽ പ്രാപിക്കാൻ കഴിയില്ല. നീ ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ ആ ഉപദേശിക്കുന്നവനെ എങ്ങനെ കൊല്ലാം എന്ന് നോക്കുന്ന ഒരു തലമുറ നമ്മളുടെ ഇടയിലുണ്ട്. സ്തോത്രം. ഇന്നത്തെ തലമുറ ഉപദേശം വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഒന്ന്, നമ്മെ നടത്തിയവരെ നമ്മൾ മറക്കരുത്. സ്തോത്രം. രണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചവരെ നമ്മൾ മറക്കരുത്. മൂന്ന്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറക്കരുത്. നാല്, ആമേൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അഞ്ച്, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മറക്കരുത്. ആമേൻ. തുടങ്ങി അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ. ദൈവ പൈതലേ, കർത്താവ് നമുക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോ ദിവസങ്ങളും ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നമുക്കൊരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. ദാവീദ് പറയുന്ന വാക്ക്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, ഞാൻ ദൈവത്തെ ഓർത്തു വ്യാകുലപ്പെടുന്നു. ആമേൻ. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരു ആസാബിനെ ഇവിടെ നമ്മൾ കാണുന്നു. തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, കരയുന്നു. ആമേൻ. നെടുമ്പാടെ വീണ് ദൈവസന്നിധിയിൽ ആമേൻ നിലവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ 5-ാം വാക്യം പറയുന്നു, ഞാൻ പൂർവ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. ആമേൻ. ഇന്ന് അതില്ലല്ലോ. ഹല്ലേലൂയ. ഇന്നങ്ങനെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞു വന്ന ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ കർത്താവിനെ അറിഞ്ഞു വന്നിട്ട് അത്ഭുതങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയി. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്ന് ഓർക്കാറുണ്ടോ? ഇല്ല. ദൈവം 50 അത്ഭുതം ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണം, ആമേൻ, സ്തോത്രം, ചിലപ്പോൾ വൈകിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇത് തട്ടിപ്പ, കർത്താവ് അവിശ്വസ്തന എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യും? പരിഹസിക്കും. അല്ലേ? എന്നാൽ 105-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും ആമേൻ, അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. സ്തോത്രം. ഇന്ന് പകൽ പലതും ഓർക്കേണ്ട പകൽക്കാലമാണ്. നടത്തിയ വിധങ്ങൾ, നിർത്തിയ ദൈവത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തെ, ഓ റിബലബ ശംഭബ രകൽക്കനാദി, ദൈവത്തിൻ്റെ ആ ഒരു നിയോഗത്തെ ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് ആ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3 അതിൻ്റെ 4-ാമത്തെ വാക്യവും 86-ന്റെ 7-ഉം 20-ാമത്തെ അധ്യായത്തിൻ്റെ 1-ഉം 50-ാം അധ്യായത്തിൻ്റെ 15-ഉം യെശയ്യാവിൻ്റെ പുസ്തകം 26-ന്റെ 16-ഉം സങ്കീർത്തനം 63-ന്റെ 5-ഉം യെശയ്യാവ് 26-ന്റെ 9-ഉം സങ്കീർത്തനം 143-ന്റെ 6-ഉം ഉൽപ്പത്തി 37-ന്റെ 35-ഉം സങ്കീർത്തനം 42-ന്റെ 5-ഉം 11-ാമത്തെ വാക്യവും 43-ന്റെ 5-ഉം 142-ന്റെ 3-ഉം 143-ന്റെ 4-ഉം പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം 2-ന്റെ 7-ഉം സങ്കീർത്തനം 61-ന്റെ 2-ഉം ഉൽപ്പത്തി 41-ന്റെ 8-ഉം 77-ാം സങ്കീർത്തനം അതിൻ്റെ 11-ഉം 10-ഉം 11-ഉം 44-ന്റെ 1-ഉം 143-ന്റെ 5-ഉം ആവർത്തന പുസ്തകം 32-ന്റെ 7-ഉം യെശയ്യാവ് 51-ന്റെ 9-ഉം
ചേർത്ത് പഠിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന കൃപകൾക്കായി സ്തോത്രം. ഒരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. ദൈവ പ്രവർത്തിക്കായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. കർത്താവിൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ യഹോവയോടെ പ്രവർത്തികളെ വർണ്ണിക്കും. സ്തോത്രം. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. കർത്താവെ, ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.